ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ സഭയിലെ പ്രഥമ പ്രഖ്യാപിതനായ പരിശുദ്ധ പരുമല തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടപ്പെടുന്ന ഈ കാലയളവിൽ ഈ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവനാമമഹത്വത്തിനായി ചില ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് പ്രത്യാശിക്കുന്നു. ഈ പരിശുദ്ധ പിതാവിൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന പരുമല ദേവാലയത്തിലും തിരുമേനിയുടെ നാമത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന ഇതര ദേവാലയങ്ങളിലും മറ്റെല്ലാ ദേവാലയങ്ങളിലും ഈ പെരുന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകയാൽ ആ ദിവസത്തെ പരിശുദ്ധ സഭ ദുഃഖമായി അല്ല കണക്കാക്കുന്നത്, മറിച്ച് വലിയ ദിവസമായി കണ്ട് അതിനെ ഒരു പെരുന്നാളായി കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്, കർത്തൃദിവസമായ ഞായറാഴ്ച ദിവസത്തേക്കാൾ വലിയ ഒരു ദിവസമില്ല. ആയതിനാൽ മോറാനായ പെരുന്നാളുകളോ മോറാനായ പോലെയുള്ള പെരുന്നാളുകളോ ഒഴിച്ചാൽ ഇതുപോലെയുള്ള പെരുന്നാളുകൾ ഞായറാഴ്ച ദിവസം വന്നാൽ അത് അതിൻ്റെ പിറ്റേന്നുള്ള ദിവസത്തേക്ക് മാറ്റിവെക്കാറാണ് പതിവ്. വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടുമുള്ള മധ്യസ്ഥത പരിശുദ്ധ സഭയുടെ വിശ്വാസ സംഹിതയിലെ കാതലും അഭിവാജ്യവുമായ ഒരു ഘടകവുമാണ്. ഇതിനെപ്പറ്റിയുള്ള വിവിധ തരങ്ങളായ വ്യാഖ്യാനങ്ങളും ചിന്തകളും വിവിധ രീതിയിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തീയ മതവിഭാഗത്തിൽ തന്നെ ഈ വസ്തുതയെപ്പറ്റി സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നാഭിപ്രായങ്ങളും നിലവിലുണ്ട്. എല്ലാവരുടെയും വിശ്വാസങ്ങളെ ദൈവം മാനിക്കുകയും ആദരിക്കുകയും ചെയ്യും, സംശയമില്ല. എന്നാൽ ചിലരെങ്കിലും വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത ദൈവത്തിനോടുള്ള ആരാധനയ്ക്ക് പകരമായോ ദൈവത്തിന് പകരമായി മനുഷ്യരെ ആരാധിക്കുകയോ ചെയ്യുന്നു എന്ന് ധരിച്ച് പരിശുദ്ധ സഭയെ അസന്നിഗ്ധമായി വിമർശിക്കുകയും ഉപേക്ഷിച്ചു പോകുകയും ചെയ്യുന്നത് സഭയുടെ വിശ്വാസം എന്തെന്ന് ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ടാവാം. വിവിധ സഭകളുണ്ടാവാം, വിവിധ ആശയങ്ങളുണ്ടാവാം, വിവിധ ചിന്താഗതികളും ഉണ്ടാവാം. എല്ലാം ശരിയാണ് എന്ന ക്രിയാത്മകമായ മനോഭാവത്തിൽ കൂടി വീക്ഷിച്ചാൽ നമ്മുടെ ആധ്യാത്മികതയ്ക്ക് കുറെ കൂടി പരിമളം കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ ഈ ദർശനത്തെപ്പറ്റിയുള്ള അടിസ്ഥാന പ്രബോധനം ഇപ്രകാരമാണ്. സഭ രഹസ്യപൂർണമായ ഈ വലിയ കൂട്ടായ്മയിൽ ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഇനിയും വരുവാനിരിക്കുന്നവരുമായ വലിയൊരു സംഗമവും ഉണ്ട്. അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുന്നത് ഈ വലിയ സംഘമാണ്. ഒരു ചെറിയ ദൃഷ്ടാന്തത്തിൽ കൂടി ഇത് കൂടുതൽ വ്യക്തമാകും. ഫലം നൽകുന്ന ഒരു വലിയ വൃക്ഷത്തെ മനസ്സിൽ ധ്യാനിക്കുക. പ്രഥമ ദൃഷ്ട്യാ ഈ വൃക്ഷത്തിൻ്റെ തണ്ടും ഇലകളും മാത്രമേ കാണുവാൻ സാധിക്കൂ. എന്നാൽ വൃക്ഷത്തിൻ്റെ പൂർണ്ണ രൂപം ഇതല്ല. ഇതിനെ ഏത് പ്രതിസന്ധികളിലും മറിഞ്ഞു വീഴാതെ ബലമായി ഉറപ്പിച്ച് താങ്ങി നിർത്തുന്ന ഒരു വേർ ഇതിനുണ്ട്, പക്ഷേ കാണുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അതാതിൻ്റെ ഗ്രീഷ്മങ്ങളിൽ പൂക്കുന്ന പൂക്കളോ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളോ ഇവയ്ക്കുണ്ട്. അവയെയും കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് വൃക്ഷങ്ങളിൽ ഇവയുടെ സാന്നിധ്യം ഇല്ല എന്നില്ല. ഇതുപോലെയാണ് സഭ. വാങ്ങിപ്പോയവരെയും വരുവാനിരിക്കുന്നവരെയും ആന്തരിക നയനങ്ങൾ കൊണ്ടല്ലാതെ ബാഹികമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ സഭയിലെ അവിഭാജ്യമായ ഘടകവും കൂടിയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പലർക്കും ആശയക്കുഴപ്പം വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. യേശുതമ്പുരാൻ പിതാവിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുമ്പോൾ
അതിന് പകരം പോലെ മറ്റൊരാൾ എന്തിനാണ്? ഇത് സ്വാഭാവികമായി ഉണ്ടാവാവുന്ന ഒരു സംശയമാണ്. കാൽവറിയിലെ തൻ്റെ പരമയാഗത്താൽ പിതാവാം ദൈവത്തെ മനുഷ്യരോടും മനുഷ്യരെ പിതാവിനോടും അനുരഞ്ജിപ്പിച്ചതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ അദ്വിതീയവും പരമവുമായ ഈ മധ്യസ്ഥതയും വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. യേശുതമ്പുരാൻ്റെ അദ്വിതീയവും പരമവുമായ മധ്യസ്ഥത അല്ലെങ്കിൽ അനുരഞ്ജനം പിതാവിനും മനുഷ്യർക്കുമിടയിൽ നിൽക്കുമ്പോൾ, വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും വിശുദ്ധന്മാർ തമ്മിലുള്ള മധ്യസ്ഥതയും യേശുതമ്പുരാനോട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ളതാണ്. ഇത് അനുരഞ്ജനമല്ല, മറിച്ച് അപേക്ഷയാണ്. യേശുതമ്പുരാനോടുള്ള അപേക്ഷ. യേശുതമ്പുരാൻ പിതാവാം ദൈവത്തോട് മനുഷ്യരെയും പിതാവാം ദൈവത്തെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്ന മധ്യസ്ഥതയാണ് യേശുതമ്പുരാൻ്റെ മധ്യസ്ഥത. കർത്താവിൻ്റെ മധ്യസ്ഥതയും വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും തമ്മിൽ ആയതിനാൽ യാതൊരു ബന്ധവും ഇല്ല. നമ്മിൽ നിന്നും വാങ്ങിപ്പോയവർ സജീവരായി ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എന്നാൽ വെളിച്ചമില്ലാതെ കടന്നുപോയവർ അങ്ങനെ അല്ലായിരിക്കാം. അതുകൊണ്ടാവാം സങ്കീർത്തനക്കാരൻ 115-ാം സങ്കീർത്തനത്തിൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും എന്ന് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. എന്നേക്കും എന്ന് പറഞ്ഞാൽ അത് നിത്യതയാണല്ലോ. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്ന് പരിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം പറയുന്നുണ്ട്. പ്രവാചകൻ എന്നുവെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്നുവെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ള വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന കർത്താവിൻ്റെ വചനവും, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ള സദൃശ്യവാക്യം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ ജ്ഞാനി വിളിച്ച് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്നതും, നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും എന്നുള്ള സങ്കീർത്തന ധ്യാനവും എല്ലാം ഈ പ്രബോധനങ്ങളെ സാധൂകരിക്കുന്നതാണ്. ഓരോ വ്യക്തിക്കും സഹോദരന്മാരും സഹോദരികളും കൂട്ടുകാരും നാട്ടുകാരും അങ്ങനെ വലിയൊരു സമൂഹം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും അമ്മ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതാണ്, അദ്വിതീയവുമാണ് എന്ന് പറയുന്നത് പോലെ സഭ ഒന്നടങ്കം വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും അപേക്ഷായാചനകൾ നടത്തുന്നത് അവരെ പ്രതി ദൈവനാമം മഹത്വപ്പെടുവാനും യേശുതമ്പുരാന്റെ മധ്യസ്ഥതയുടെ അദ്വിതീയത കൂടുതൽ ശ്രേഷ്ഠമാക്കപ്പെടുവാനും വേണ്ടിയാണ്. അതിന് പകരം വയ്ക്കാൻ മറ്റൊരു മധ്യസ്ഥതയും ഇല്ല. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പ്രാർത്ഥനയും അപേക്ഷയും എന്നാളും ബലഹീനരായ നമ്മൾക്ക് കോട്ടയും തുണയുമായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.